അപ്പോൾ ഇൻഡിവിജ്വലി റാം 8 ഇട്ടാലും 8 റൺ ഓണാക്കാൻ നോക്കുമ്പോൾ 8 വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചു ഓക്കെ എങ്കിൽ ചിലപ്പോൾ 2 തമ്മിൽ വർക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. ഒന്ന് കാരണം നമുക്ക് വാറണ്ടി വരും, 10 വർഷത്തോളം വാറണ്ടി വരുന്നതാണ് ക്രോസെയറൊക്കെ. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 8ഉം 16ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അറിയാമല്ലോ. ആദ്യം സ്ലോട്ടാണെന്ന് വെച്ചാൽ സ്ലോട്ട് മാറിയിട്ട് നോക്കി, 8ഉം 16ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ എന്ന് വിചാരിച്ച് 8ഉം 16ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നോക്കി. അപ്പോൾ 24 എടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ വിചാരിച്ച് മറ്റേതായിരിക്കും കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ് മറ്റൊന്നും കമ്പൈൻ ചെയ്തിട്ട് നോക്കി. അപ്പോൾ അതും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ പ്രശ്നം ഈസ് ഏതാണ് കംപ്ലൈൻറ്റ്, എന്താണ് പ്രശ്നം എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ റാമിനാണ് ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് മുമ്പ് 3500 എടുത്ത സാധനം ഇപ്പോൾ ഒരു സ്റ്റിക്കിന് 10,000 രൂപയാണ്. അതാണ് ഒരു എടുക്കാനൊരു മടി. ഇത്രയും വില കുറച്ച് എടുത്തുകൊണ്ടിരുന്ന സാധനം നമുക്ക് ഇത്രയും വില കൂട്ടി എടുക്കുന്നത് എങ്ങനെ എന്നുള്ളത്. അത് കുറയുമായിരിക്കും, നമുക്ക് കുറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെന്നാൽ കുറയുമായിരിക്കും. കാരണം നമുക്ക് വേറെ സിസ്റ്റം ഉണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ വ്ളോഗോ റീലോ ഒക്കെ കട്ട് ചെയ്യാൻ മാത്രമാണ്. അപ്പം അതിന് 16ൻ്റെ ആവശ്യം തന്നെ മതി, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം വർക്ക് ആവുന്നുണ്ടല്ലേ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. 16 നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂഷൻ പേജസ് അങ്ങനെ വരുന്നതിന് മാത്രമേ കൂടുതൽ റാമിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് വേറെ ഉണ്ട്. ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഇത്രയും രൂപ വീണ്ടും സ്പെൻഡ് ചെയ്യുന്നത് ആലോചിക്കുമ്പോഴാണ് ഒരു മടി. ഇപ്പോൾ ഒരു എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ ഇരിക്കുകയാണ്. എനിക്ക് കേബിൾ മാനേജർ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, മൊത്തം മാനേജ് ചെയ്തിട്ടേ പോകുള്ളൂ. ഇതിൻ്റെ അകത്തെ മദർ ബോർഡ് നമുക്ക് കൂല. ഞാൻ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് AMD വെൽഡ് ചെയ്യാനുള്ള രീതിയാണ്. പിന്നീടാണ് ഇപ്പോഴാണ് ഓർമ്മിച്ചത് ഞാനിപ്പോൾ ബിൽഡ് ചെയ്യുന്നത് AMDയുടെ പ്രൊസസ്സറല്ല. നമ്മൾ പവർ സപ്ലൈ അൺബോക്സ് ചെയ്യണം. ഓക്കെ, കൂളർ മാസ്റ്ററിൻ്റെ 750 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ആണ് വരുന്നത്. നമ്മൾ എതേർനെറ്റ് ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, പണ്ട് എതേർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഓഫ് ആവുന്നൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല വർക്കിംഗ് ആണ്, അടിപൊളി, സൂപ്പർ, നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ഫാൻ വയ്ക്കുമ്പോൾ നല്ല പുള്ള്, അത് പുഷ് മതിയല്ലേ, പുഷ് മതി, പുഷ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഫിങ്സ് ആദ്യം ഇത് കയറും, പൊടി കയറും, എന്നാലും കയറും അത്. ഓക്കെ, അപ്പോൾ AC റണ്ണുണ്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. ഷട്ട് ഡൗൺ അല്ല, ആദ്യം ഇതിൻ്റെ ഓഫ് ചെയ്യാം. IDA 64 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെസ്റ്റിങ്, ബെഞ്ച് മാർക്ക് അറിയത്തില്ല, റേറ്റ് അറിയത്തില്ല, സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സൂപ്പർ സാധനം IDA 64 ആണ്. ഇനി ഇതിൽ വേറെ ഒന്നും സംഭവിക്കുകയില്ല, മാക്സിമം പവറാണ്. അപ്പോൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു ഒരുവിധം. പക്ഷേ ഇത് തുറന്നു വെച്ചേക്കാൻ വേറെ ഒന്നുമല്ല, ഇവൻ നമ്മളെ ചതിച്ചു. സംഭവം ഇത് ഒറ്റയ്ക്ക് ഇട്ടാൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കതാണ് ഇതുവരെ മനസ്സിലാവുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഇപ്പോൾ ഇത് ഇടയാണ്, ഈ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കമ്പൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. പക്ഷേ പുതിയ ബോഡി ഇട്ടപ്പോൾ ഇത് വർക്ക് ആവണല്ലോ കേട്ടോ. അല്ല, ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കൂലായിരുന്നു. അതായത് 16 GB എന്ന് കാണിക്കും, പക്ഷേ ഇത് ഡിറ്റക്ട് ചെയ്യും 16 GB. ഇവിടെ 16 GB എന്ന് കാണിക്കും, ഇവിടെ നോക്കുമ്പോൾ അത് 8 കാണുള്ളായിരുന്നു. അതെന്ത് പ്രശ്നമാണെന്ന് ഇതുവരെ മനസ്സിലായില്ല. മറ്റേ പുതിയ ബോഡി ഇട്ടപ്പോഴത്തേക്കും സെയിം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓപ്പണേ ആവൂല.
അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവില്ല. അങ്ങനെയാണ് ഇവനാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയത്. കാരണം ഇതിൽ ഞാൻ പിന്നെ പ്രോസസ്സർ കംപ്ലൈൻ്റ് ആയതാണ്, ബോർഡ് കംപ്ലൈൻ്റ് ആയതാണ്, എന്താണെന്ന് അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ അവസാനം അതൊരു തീരുമാനത്തിലായി. മൊത്തത്തിൽ എൻ്റെ കിളി പോയി. അങ്ങനെ നല്ല ടൈം എടുത്തല്ല ഞങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. സീ യു സൂൺ.